ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ഉണർവിന്റെ ദൂതായി അത് മാറുമെന്ന് എനിക്കറിയത്തില്ല. ഉണർവിന്റെ ദൂതായി മാറുമെങ്കിൽ അനുഗ്രഹമായി തീരട്ടെ. അതല്ലെങ്കിൽ ശാന്തമായി നമുക്ക് ചില ചിന്തകൾ ചിന്തിച്ച് അവസാനമായി ചേർന്ന് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങളാണ് പ്രാരംഭമായി നാം ചിന്തിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 7 മുതൽ 9 വരെയുള്ള വാക്യം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കിയിരിക്കുന്നു. അവൾക്ക് ശുദ്ധവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതിപ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട്, കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരെന്ന് എഴുതുക എന്ന് പറഞ്ഞു. ഇത് ദൈവത്തിന്റെ സത്യവചനം എന്നും എന്നോട് പറഞ്ഞു. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട വെളിപ്പാടിൽ 19-ാം അധ്യായത്തിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്, ഒരു കല്യാണം നടക്കുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നാം അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നു. ഹലോ, 3-4 കാര്യങ്ങൾ അവിടെ എഴുതപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞാടിന്റെ കല്യാണം, ഒരു കാന്ത, കല്യാണ സദ്യക്ക് വിളിക്കപ്പെട്ടവർ അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ടവർ എന്നുള്ള പദങ്ങളൊക്കെ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ അനേക മതങ്ങളുണ്ട്. മതങ്ങൾ ഉത്ഭവിപ്പിച്ച അല്ലെങ്കിൽ മതങ്ങളുടെ ഒറിജിനായിട്ടുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ നിങ്ങൾ ചിലരെ പഠിച്ചു കഴിയുമ്പോൾ അവരൊക്കെ പല കുറി കല്യാണം കഴിച്ചവരും വിവാഹബന്ധത്തിൽ ഏർപ്പെട്ടവരൊക്കെയാണ്. എന്നാൽ നാം വിശ്വസിക്കുന്ന, നാം സേവിക്കുന്ന നമ്മുടെ കർത്താവ് പാപമൊഴികെ സകലത്തിലും പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. വിശുദ്ധ ജീവിതം താൻ ഭൂമിയിൽ നയിച്ചവനായിരുന്നു. ദൈവപുത്രനായിരുന്നു. വിവാഹം കഴിച്ചില്ല എന്ന് നമുക്കറിയാം, അല്ലെ? വിവാഹത്തിൽ ഏർപ്പെട്ടില്ല എന്ന് നമുക്കറിയുവാൻ കഴിയുന്നുണ്ട്. യേശു കർത്താവിന്റെ രഹസ്യ ജീവിതത്തെ കുറിച്ച് സർട്ടിഫൈ ചെയ്തത് ഒരു മനുഷ്യനല്ലായിരുന്നു, പിതാവായ ദൈവമായിരുന്നു, അല്ലെ? യേശു കർത്താവ് 12-ാം വയസ്സിൽ ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നത്, സംസാരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം അവന് അപ്പനും അമ്മയ്ക്ക് കീഴടങ്ങിയിരുന്നു എഴുതിയിരിക്കുന്നു. അവന്റെ യൗവനം അല്ലെങ്കിൽ ആ ബാല്യകാലം, യൗവനം അധികം വിശദമായി ബൈബിൾ എഴുതാതിരിക്കുമ്പോൾ അവൻ അപ്പനും അമ്മയ്ക്ക് കീഴ്പ്പെട്ടിരുന്നു എന്ന് മാത്രം എഴുതി വചനം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ യോർദാനിൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. മനുഷ്യരാരും സർട്ടിഫൈ ചെയ്തില്ല. സർട്ടിഫൈ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രാവന്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. പ്രസാദിക്കപ്പെടുന്ന ഒരു ലൈഫ്, ഒരു രഹസ്യ ജീവിതം താൻ നയിച്ചു എന്ന് ആ ഒറ്റ വാക്കിനാൽ പിതാവ് സർട്ടിഫൈ ചെയ്യുകയാണ്. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന്റെ ലൈഫിൽ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ശുശ്രൂഷകർക്കാണ്, അല്ലെ? ഹല്ലേലൂയ. യേശു കർത്താവ് വിവാഹം കഴിക്കുന്നില്ല. അവൻ പുത്രനായ ദൈവമാണ്. പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ, കർത്താവിനോടുള്ള പ്രാർത്ഥനയിൽ തന്റെ ജീവിതം ഈ ഇഹലോക ജീവിതത്തിൽ സ്പെൻഡ് ചെയ്യുന്നത് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ കർത്താവ് ഒരു വിവാഹം കഴിപ്പാൻ പോകുന്നു എന്ന് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞാടിന് ഒരു കല്യാണം വരുന്നു. യേശു കർത്താവിന് ഒരു കല്യാണം സംഭവിക്കുന്നു. അത് വെളിപ്പാടിൽ കണ്ടുകൊണ്ട് യോഹന്നാൻ എഴുതുകയാണ്, കുഞ്ഞാടിന്റെ കല്യാണം വന്നു. അവനൊരു കാന്തയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ കാന്ത ആരാണ്? ആ കാന്ത ദൈവത്തിന്റെ സഭയാണ്. നാമാണ് അവന്റെ കാന്ത. നാമുമായാണ് അവൻ വിവാഹബന്ധത്തിൽ ഏർപ്പെടുന്നത്. വിവാഹ നിശ്ചയം നാമുമായാണ് സംഭവിക്കുന്നത്. അപ്പോൾ സ്വർഗത്തിൽ ഒരു കല്യാണം നടക്കുന്നു. കല്യാണത്തിന് കാന്ത ഭൂമിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല അവൻ വിശേഷ വസ്ത്രം ധരിച്ച് വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ പോകുകയാണ്. കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന ഒരു പദം കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ലോകത്തിൽ ജീവിച്ച നന്മകൾ അനുഭവിച്ച് ദൈവത്തിൽ നിന്ന് ചിലത് പ്രാപിച്ച് മരിച്ച് അടക്കപ്പെട്ടു തീരുവാനല്ല നമ്മുടെ ജീവിതം. ഈ ലോകത്തിന് അപ്പുറമായ ചിലത് ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. ഇന്ന് രാത്രി ആരും വിടുതൽ കേൾക്കത്തില്ല, സൗഖ്യം കേൾക്കത്തില്ല, അത്ഭുതം കേൾക്കത്തില്ല. ഇന്ന് രാത്രി നിത്യതയെ കുറിച്ച് സംസാരിക്കുവാൻ പോവുകയാണ്. മരണം കഴിഞ്ഞുള്ള ഒരു ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. ഇവിടെ ദൈവം നമുക്ക് എല്ലാ നന്മകൾ നൽകും, അല്ലേ? ഹല്ലേലൂയ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ,
ലോകത്ത് തരും. എന്നാൽ ഇതിനപ്പുറമായ ഒരു ജീവിതമുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ കാന്ത ദൈവസഭ അവന് വേണ്ടി ഒരുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ. ഏത് നിമിഷവും മണവാളൻ തിരിച്ചു വരാം, അവൻ പോയതുപോലെ മടങ്ങി വരും എന്ന് ഹല്ലേലൂയ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ദൈവസഭ ഇവിടുന്ന് ഉൾപ്രാവണം പ്രാപിക്കും, ഇവിടെ നിന്ന് എടുക്കപ്പെടും രഹസ്യപരമെങ്കിൽ. ഹല്ലേലൂയ. എന്നിട്ട് കുഞ്ഞാടിന്റെ കല്യാണം നടക്കുന്ന ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഇത് പറയാൻ കാരണം ഇത് ദൈവവചനത്തിൽ കല്യാണത്തോടുള്ള ബന്ധത്തിൽ യേശു കർത്താവിനെയും ദൈവസഭയും താരതമ്യപ്പെടുത്തുവാൻ ചില കാര്യങ്ങളുണ്ട്. ഭാര്യ ഭർത്താവ് ബന്ധം അല്ലെങ്കിൽ സ്നേഹം എന്ന് പറയുന്നത് അതായത് അപ്പനമ്മ ബന്ധത്തെക്കാൾ മക്കളുടെ ബന്ധത്തെക്കാളൊക്കെ അധികമായ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃ ബന്ധം, അല്ലെ? ആ സ്നേഹബന്ധം പിരിയാൻ കഴിയാത്ത ഒരു ബന്ധമാണ്. അങ്ങനെയാണോ? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ കല്യാണം കഴിച്ച നാളുകളിലേക്ക് ഞാൻ നിങ്ങളെ ഒന്ന് കൊണ്ടുപോവുകയാണ്. കല്യാണം ഉറപ്പിച്ച നാളുകൾ, അല്ലെങ്കിൽ കല്യാണത്തിൽ തീരുമാനിച്ച ആ നാളുകൾ, കല്യാണം കഴിച്ച ആദ്യ മാസങ്ങൾ, ആ മാസങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഞാൻ നിങ്ങളുടെ രാത്രി ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോഴാണോ നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്നത്? അതോ കല്യാണം നിശ്ചയിച്ച അല്ലെങ്കിൽ ഉറപ്പിച്ച് അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ജീവിച്ച ആദ്യ മാസങ്ങളിലാണോ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത്? അത് മാത്രമായിട്ട് പറഞ്ഞു. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം? ചിരിക്കുന്നുണ്ട്. അത് ചോദിക്കേണ്ട ആവശ്യമില്ലേ വസ്ത്രേ? നിശ്ചയമായിട്ടും ഇപ്പോഴല്ല, കല്യാണം കഴിച്ച നാളുകൾ. ജിബി കല്യാണം കഴിച്ച സമയത്ത് അവള് പോയി സൗദിക്ക് പോയി, ഞാൻ UAE വന്നു. വളരെ വിഷമമുണ്ടായി. അകത്ത് ഭയങ്കര കടൽ കത്തുന്നത് പോലെ വിഷമമുണ്ടായി. ഒരുമിച്ച് ജീവിക്കുവാൻ കഴിയുന്നില്ല, രണ്ടുപേരും രണ്ട് രാജ്യത്തായിരിക്കുന്നു. വളരെയധികം വിഷമമുണ്ടായി. ഇപ്പൊ ഞാൻ അവിടെ 15 ദിവസത്തേക്ക് നാട്ടിൽ പോകാൻ പറഞ്ഞാലും അവൾ പോകത്തില്ല, അനുവാദം കൊടുത്താലും പോകത്തില്ല. അപ്പോൾ ആ കല്യാണം കഴിഞ്ഞ നാളുകളിൽ ഒരു സ്നേഹബന്ധം, ഒരു ആത്മാർത്ഥമായ ബന്ധമുണ്ട്. അത് കുറഞ്ഞു വരും. കുഞ്ഞുങ്ങൾ ഉണ്ടാകുമ്പോൾ പിന്നെ വീണ്ടും കുറയും, അല്ലേ? കുറഞ്ഞു വരും. അതുപോലെ തന്നെയാണ് രക്ഷിക്കപ്പെട്ട നാളിലെ സന്തോഷം ഇപ്പോൾ ഉണ്ടോ? രക്ഷിക്കപ്പെട്ട നാളിലെ ആനന്ദമാണോ? അതോ ഇപ്പോൾ ഈ ആനന്ദത്തിൽ വീടിരിക്കുമ്പോഴുള്ള ആനന്ദമാണോ ഏറ്റവും വലുത്? നിശ്ചയമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും, രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച നാളുകളിലെ സന്തോഷം സത്യത്തിൽ ഭാഷ ഇപ്പൊ ഇല്ല എന്ന് ചിലർക്കെങ്കിലും പറയാൻ പറ്റും. ഉണ്ടായിരിക്കും ആ ബന്ധം കീപ്പ് ചെയ്യുന്നവരുണ്ടായിരിക്കും. അപ്പോൾ ഈ യേശു കർത്താവും ദൈവസഭ കാന്തയും തമ്മിലുള്ള ബന്ധം ഭാര്യ ഭർത്തൃ ബന്ധം പോലെ തികവുള്ളതാണ്, അടുപ്പമുള്ളതാണ്, പിരിയാൻ പറ്റാത്തതാണെന്നാണ് ദൈവത്തിൽ പല ഭാഗത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 11:2 ഇങ്ങനെ പറയുന്നു: ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഈ ദൈവസഭ ഒരു മണവാട്ടിയാണ്. വിവാഹ നിശ്ചയം കഴിഞ്ഞ, വിവാഹത്തിലേക്ക് കടക്കാതെ ഇരിക്കുന്ന, ഓൾറെഡി വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു മണവാട്ടിക്ക് സമാനമാണ് ദൈവസഭ. ഇനി സ്വർഗത്തിൽ ഒരു കല്യാണമുണ്ട്. അത് മണവാളൻ ക്രിസ്തുവാണ്, മണവാട്ടി ദൈവസഭയാണ്. നാം വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന നിർമ്മല കന്യകയാണ് ദൈവസഭ. ഉയരത്തിൽ ഒരു കല്യാണം നടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ തന്നെ ഉയരത്തിൽ ഒരു കല്യാണം മാത്രമല്ല, അവിടെ 9-ാമത്തെ വാക്യത്തിൽ ഒരു കല്യാണ സദ്യ കൂടെ എഴുതിയിട്ടുണ്ട്. സത്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനാണ് എന്താണ് കല്യാണ സദ്യ അവിടെ നടക്കുന്നത്? സത്യത്തിൽ അറിയത്തില്ല. അവിടെ നാം ചെന്നെങ്കിൽ മാത്രമേ അവിടെ നടക്കുന്ന കല്യാണ സദ്യ എന്താണെന്ന് അറിയത്തുള്ളൂ. പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണോ, ആരാധനയാണോ, ആ കല്യാണ സദ്യ എന്താണെന്ന് അറിയത്തുള്ളൂ. എന്നാൽ സ്വർഗത്തിൽ ഒരു കല്യാണ സദ്യ നടക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ തന്നെ പറയുന്നു, ഭൂമിയിൽ മറ്റൊരു സദ്യ നടക്കുന്നുണ്ട്. അതാണ് 19-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങൾ. ഒരു ദൂതൻ സൂര്യനിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോട്, പക്ഷികൾക്ക് സ്വർഗത്തിൽ കാന്തയായിരിക്കുന്ന യേശു കർത്താവും മണവാട്ടി സഭയും ഒരു വിവാഹത്തിലേക്ക് നടക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ തന്നെ ഭൂമിയിൽ ഒരു സദ്യ നടക്കുന്നുണ്ട്. ആ സദ്യ ഭൂമിയിൽ ദൈവം കൊടുക്കുന്നത് പക്ഷികൾക്കാണ്. അവിടെ എഴുതിയിരിക്കുന്നു, ഒരു ദൂതൻ സൂര്യൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവൻ ആകാശമധ്യേ പറക്കുന്ന സകല പക്ഷികളോട്, രാജാക്കന്മാരുടെ മാംസം, സഹസ്രാധിപന്മാരുടെ മാംസം, വീരന്മാരുടെ മാംസം, കുതിരകളുടെയും കുതിരപ്പുറത്തിരിക്കുന്നവരുടെയും മാംസം, സ്വതന്ത്രന്മാരുടെ, ദാസന്മാരുടെ, ചെറിയവരുടെ, വലിയവരുടെ, എല്ലാവരുടെയും മാംസം തിന്മാൻ
മഹാദൈവത്തിന്റെ അത്താഴത്തിന് വന്നു കൂടുവിനെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഭൂമിയിൽ ഒരു സദ്യ നടക്കും, സ്വർഗത്തിലും ഒരു സദ്യ നടക്കും. സ്വർഗത്തിൽ മണവാളനായ ക്രിസ്തുവൊപ്പം മണവാട്ടി സഭ ഒരു കല്യാണ സദ്യയിൽ ഏർപ്പെടുമ്പോൾ അതേ അധ്യായത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ഭൂമിയിൽ പക്ഷികൾക്കായി ഒരു സദ്യ നടക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭൂമിയിൽ പക്ഷികൾക്കായി നടക്കുന്ന സദ്യയിൽ കർത്താവേ ഞാൻ കാണല്ലേ എന്ന് പ്രാർത്ഥിക്ക്. ഹല്ലേലൂയ. എന്താ സംഭവിക്കുന്നത്? രാജാക്കന്മാരുടെ മാംസം തിന്നുന്ന, സഹസ്രാധിപന്മാരുടെ മാംസം തിന്നുന്ന, വീരന്മാരുടെ മാംസം തിന്നുന്ന ഒരു സദ്യ, പക്ഷികളുടെ സദ്യ ഭൂമിയിൽ ഉണ്ടാകും. കർത്താവിന്റെ മണവാട്ടി സഭ ഈ ഭൂമിയിൽ എടുക്കപ്പെട്ടാൽ, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ എടുക്കപ്പെട്ടാൽ ഈ ഭൂമിയുടെ സ്ഥിതി വളരെ മോശമാണ്. അതുകൊണ്ട് ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. നാം ഓടിയതും അധ്വാനിച്ചതും വെറുതെയായി തീരാതെ നിത്യരാജ്യത്തിൽ പ്രവേശിപ്പാൻ കർത്താവ് മണവാട്ടിയായ കർത്താവിനോടൊപ്പം, മണവാളനായ കർത്താവിനോടൊപ്പം ദൈവത്തെ ആരാധിപ്പാൻ, സദ്യ കൂടുവാൻ, ഒരുപക്ഷെ കൂട്ടായ്മ എന്നുള്ള പദമായിരിക്കും ഉദ്ദേശിക്കുന്നത്, കൂട്ടായ്മ കൂടുവാൻ കർത്താവിന്റെ സഭയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഭാര്യാഭർത്തൃബന്ധം പോലെ ദൈവവുമായിട്ട്, ദൈവസഭയ്ക്ക് വ്യക്തിപരമായ ജീവിതത്തിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്. പഴയ നിയമത്തിൽ ചില വാക്യങ്ങളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, നിന്റെ സൃഷ്ടാവാകുന്നു, നിന്റെ ഭർത്താവ് സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു, അവന്റെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു, നിന്റെ വീണ്ടെടുപ്പുകാരൻ, സർവ്വഭൂമിയുടെയും ദൈവം. ഹല്ലേലൂയ. നിന്റെ ഭർത്താവ് നിന്റെ വീണ്ടെടുപ്പുകാരനായ ദൈവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേലിന്റെ പരിശുദ്ധനായ ദൈവമാകുന്നു നിന്റെ ഭർത്താവ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 62-ാം അധ്യായത്തിലും നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 62-4-5 വാക്യങ്ങൾ. നിന്നെ ഇനി അസൂബ, തിക്ത എന്ന് വിളിക്കുകയില്ല. തകർന്നവൾ, പരാജയപ്പെട്ടവൾ, ശൂന്യമായി പോയവൾ എന്ന് വിളിക്കത്തില്ല. നിന്റെ ദേശത്തെ ശമാമ, ശൂന്യം, പാഴെന്ന് വിളിക്കത്തില്ല. നിനക്ക് ഹെപ്സിബ എന്ന് പേരാകും. ഇഷ്ട എന്നും നിന്റെ ദേശത്തിന് ബയൂല, വിവാഹാവസ്ഥയിലേക്ക് പ്രവേശിച്ചവളെന്നുമാകും. യഹോവയ്ക്ക് നിന്നോട് പ്രിയമുണ്ടല്ലോ, കഴിയും. യൗവനക്കാരൻ കന്യകയെ വിവാഹം ചെയ്യുന്നത് പോലെ നിന്റെ പുത്രന്മാർ നിന്നെ വിവാഹം ചെയ്യും. മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. അപ്പൊ നോക്കിയേ, കർത്താവുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് അവിടെ എഴുതിയിരിക്കുക. മണവാളന് ആദ്യത്തെ നാളുകളെയാണ് പറഞ്ഞത്, കല്യാണം കഴിഞ്ഞ ആദ്യത്തെ നാളുകളെ കുറിച്ച് പറയുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അതേ നാളുകൾ അതേ രീതിയിൽ തുടരുന്ന 80, 70, 80 വയസ്സ് വരെ ജീവിക്കുന്നവരുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. എന്നാൽ മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും. കർത്താവുമായിട്ട് അങ്ങനെ അകാന്തമായ ഒരു ബന്ധമുണ്ടോ? ഇന്ന് നമ്മെ ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയാണ് ഈ വചനം എടുത്തത്. ഹല്ലേലൂയ. നമ്മുടെ കാര്യങ്ങളുടെ സാധ്യത്തിന് വേണ്ടിയാണോ നാം കർത്താവിനെ സമീപിക്കുന്നത്? നമുക്ക് നന്മകൾ ലഭിപ്പാൻ, അനുഗ്രഹം ലഭിപ്പാൻ, വിസ ലഭിപ്പാൻ, ജോലി ലഭിപ്പാൻ, തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ, അതാണോ കർത്താവുമായിട്ടുള്ള നമ്മുടെ ബന്ധം? മണവാളൻ മണവാട്ടിയിൽ സന്തോഷിക്കുന്നത് പോലെ, പിരിഞ്ഞിരിക്കുവാൻ കഴിയാത്തതുപോലെ, വേർപിരിയുവാൻ കഴിയാത്തതുപോലെ ദൈവം നിന്നിൽ സന്തോഷിക്കണം. ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു ബന്ധത്തിലേക്കാണോ നിങ്ങൾ വന്നിരിക്കുന്നത്? ഹോശേയ പ്രവാചകൻ 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിലും അത് ഞാനതൊന്നും വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഓടിച്ചു പോകാൻ ആഗ്രഹിക്കുന്നു. അവിടെ കാണുന്നുണ്ട്, എന്നാലും നീ എന്നെ ബാലി എന്ന പദത്തിന്റെ അർത്ഥം ഉടയവനെ എന്നല്ല, ഈശി, ഭർത്താവേ എന്ന് വിളിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഉടയവനായിരിക്കുന്നവൻ, നന്മകൾ നൽകുന്നവൻ, സർവശക്തനായ ദൈവം, സഹായിക്കുന്നവൻ, പരിപാലിക്കുന്നവൻ, രക്ഷിക്കുന്നവൻ. ഈ ബന്ധത്തിനേക്കാൾ ഉപരിയായി ഭാര്യ-ഭർതൃബന്ധം പോലെ പിരിയുവാൻ കഴിയാത്ത, ഒരു ദിവസം പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു അസ്വസ്ഥത പോലെ തോന്നുന്ന, ഒരു ദിവസം ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ, വചനം വായിച്ചില്ലെങ്കിൽ ഒരു പ്രയാസം പോലെ തോന്നുന്ന, ദൈവവുമായിട്ടൊരു സംസർഗത്തിൽ ഇടപെട്ടില്ലെങ്കിൽ, ഒരു കൂട്ടായ്മയിൽ വന്നില്ലെങ്കിൽ എന്തോ ഒരു ശൂന്യത പോലെ തോന്നുന്ന ഒരു ഭാര്യ-ഭർതൃബന്ധം പോലെ, മണവാളൻ ബന്ധം പോലെ നീ ദൈവത്തിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. Praise the Lord. Hallelujah. ഇനി എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ ഈ
അവിടെ എഴുതിയിരിക്കുന്ന കുഞ്ഞാടിന്റെ കല്യാണം എന്നൊരു പദമായിരുന്നു. കുഞ്ഞാടിന്റെ കല്യാണം. എന്തുകൊണ്ടാണ് യേശു കർത്താവിനെ കുഞ്ഞാടെന്ന് വിളിച്ചിരിക്കുന്നത്? നമുക്കറിയാം, ചില ഭാഗം എഴുതിയിട്ടുണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ അറക്കപ്പെട്ട കുഞ്ഞാട്. എന്തുകൊണ്ടാണ് കുഞ്ഞാടെന്ന് കർത്താവിനെ പറയുവാനായിട്ട് ഇടയായി തീർന്നിരിക്കുന്നത്? ദൈവം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അത് ഇസ്രായേലിന്റെ ദൈവം വേർതിരിക്കുന്നുണ്ട്. യാബോക്ക് കടവിൽ വെച്ച് ഒരു മനുഷ്യനെ ദൈവം അനുഗ്രഹിച്ചിട്ട് പറയുകയാണ്, നീ ഇന്ന് മുതൽ യാക്കോബല്ല, ഉബായല്ല, നീ ഇസ്രായേലായി മാറും. ഒരു ജാതിയെ ദൈവം തെരഞ്ഞെടുത്ത് അവൻ പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ എന്നെ വിടുകയില്ല. യാബോക്ക് കടവിൽ ഒരു ജനതതി ഉത്ഭവിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജനം യാക്കോബിൽ കൂടെ വാതിരിയാണ്. നീ ഉബായല്ല, നീ ഇസ്രായേലായി മാറും. അങ്ങനെ ഒരു യഹൂദ ജനം, ഇസ്രായേൽ മക്കൾ ദൈവത്തെ ആരാധിച്ചു പോവുകയാണ്. എന്നാൽ ഇവർക്ക് ദൈവം യാഗങ്ങൾ നിയമിച്ചിരുന്നു, ന്യായപ്രമാണം കൊടുത്തു, യാഗം കൊടുത്തു. ഈ യാഗം തുടങ്ങിയത് എവിടെയാണ്? കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു. യാഗങ്ങൾ തുടങ്ങിയത് എവിടെയാണ്? യാഗം തുടങ്ങിയത് ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത്, മഹാപുരോഹിതന്മാരെ തെരഞ്ഞെടുത്ത്, പരിശുദ്ധ ദേവാലയത്തെ തെരഞ്ഞെടുത്തപ്പോൾ മുതലല്ല യാഗം തുടങ്ങിയത്. യാഗം തുടങ്ങിയത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. എങ്ങനെയാണ് അവത്? കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. ഉൽപ്പത്തി പുസ്തകത്തിലാണ് യാഗം തുടങ്ങുന്നത്. എങ്ങനെയാണ് യാഗം തുടങ്ങിയത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ആദമനെയും ഹവ്വയും മാത്രമേ ഉള്ളൂ, അല്ലെ? അവിടെ ആദമും ഹവ്വയും ദൈവം വെയിലാറുമ്പോൾ അവരെ അടുത്തിറങ്ങി വന്ന് ഒരു സംസർഗം കൂട്ടായ്മ ആചരിച്ചിരുന്നു. ഭാര്യ ഭർത്തൃബന്ധം പോലെ ഒരു കൂട്ടായ്മ അവർക്കുണ്ടായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? പാമ്പ് പ്രവേശിച്ചു, ചതിയൻ പ്രവേശിച്ചു, സർപ്പം പ്രവേശിച്ചു, ഉപായത്താൽ അവർ ചതിച്ചു. അവർ ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. അവർ തങ്ങളുടെ നഗ്നത മനസ്സിലാക്കി അവരുടെ കണ്ണു തുറന്നു. ദൈവം അവരുടെ കണ്ണു തുറന്നു എന്ന് മനസ്സിലായപ്പോൾ, നഗ്നതരായി എന്നവർ കണ്ടപ്പോൾ ദൈവം അവരെ ഉപേക്ഷിച്ച് കളഞ്ഞില്ല. ശാപവാക്കുകളൊക്കെ ദൈവം കൊടുത്തെങ്കിലും ദൈവം അവരെ ഉപേക്ഷിച്ച് കളയാതെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നത്, യഹോവയായ ദൈവം ആദമിനും അവന്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഒരു ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ഹല്ലേലൂയ! നിങ്ങൾ നഷ്ടപ്പെട്ടു പോയവരാണ്, നിങ്ങൾ തേജസ് നഷ്ടപ്പെടുത്തിയവരാണ്, നിങ്ങൾ വിലക്കപ്പെട്ട് കരിഭക്ഷിച്ചവരാണ്, നിങ്ങൾ പരാജയപ്പെട്ടവരാണ്. ചില ശിക്ഷകളും ശാപങ്ങളും ഒക്കെ പാമ്പിന് ഉൾപ്പെടെ കർത്താവ് കൊടുത്തെങ്കിലും ഹല്ലേലൂയ, ദൈവത്തിന് അവരോടൊരു കരുണ തോന്നി. ഇന്ന് രാത്രി ഞാൻ കാര്യം പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിന്റെ പ്രവർത്തികളുടെ അല്ലെങ്കിൽ പരാജയങ്ങളിൽ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മുടെ കരുണ തോന്നുന്ന ദൈവമാണ്. നമ്മളെ വീണ്ടെടുക്കുവാൻ തയ്യാറാകുന്ന, മടങ്ങി വരുന്നവരെ ചേർക്കാൻ എപ്പോഴും വെമ്പുന്ന ഒരു പിതാവാണ് നമ്മുടെ ദൈവം. അപ്പോൾ ആദമും ഹവ്വയും അവരുടെ സൃഷ്ടിയായിരുന്നവർ പരാജയപ്പെട്ടപ്പോൾ ചില ശാപപദങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ടെങ്കിലും ഹല്ലേലൂയ, ദൈവം അവരെ ചേർത്ത് പിടിച്ചു നിർത്തുന്നുണ്ട്. ഹല്ലേലൂയ, അവർ നഗ്നത മനസ്സിലാക്കി. ഹല്ലേലൂയ, അവർ ഒരു ഇല കൊണ്ടൊക്കെ വസ്ത്രം മെനഞ്ഞെങ്കിലും അവർക്ക് നല്ല വെയിലാറിയപ്പോൾ അതൊക്കെ പോയി. ഹല്ലേലൂയ, എന്നാൽ കർത്താവിന്റെ അവരെ നഗ്നത മറയ്ക്കുവാൻ വേണ്ടി തോൽ കൊണ്ട് അവരെ ഉടുപ്പിച്ചു എന്നെഴുതിയിരിക്കുന്നു. കർത്താവിനെ തോൽ കൊണ്ട് ഉടുപ്പിക്കണമെങ്കിൽ ഹല്ലേലൂയ, അവിടെ ഒരു കുഞ്ഞാട് അറക്കപ്പെടണം, രക്തം ചിന്തപ്പെടണം. രക്തം ചിന്തിയിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളത് ദൈവവചനത്തിന്റെ വ്യവസ്ഥയായതുകൊണ്ട്, ദൈവത്തിന്റെ നിയമമായതുകൊണ്ട് ഹല്ലേലൂയ, ആദമും ഹവ്വയും ചെയ്ത തെറ്റിന്റെ പരിഹാരത്തിനായി അവർ ശിക്ഷിക്കപ്പെടേണ്ടിടത്ത് അവർ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൽ നകന്നു പോകാതിരിക്കാൻ ഒരു കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ രക്തം ഒഴുക്കി അവരെ തോൽ കൊണ്ട് ദൈവം മറച്ച് ഉടുപ്പിച്ചു എന്ന് കാണാൻ കഴിയും. അവിടെയാണ് യാഗം ആരംഭിക്കുന്നത്. ഹല്ലേലൂയ, ഉൽപ്പത്തി പുസ്തകത്തിൽ തന്റെ മക്കളായ കയീനോടും ഹാബേലിനോടും ഒക്കെ ഈ യാഗത്തെ നിശ്ചയമായി പിതാവ് സംസാരിച്ചതാണ്. അതുകൊണ്ടാണ് കയീനും ഹാബേലും ഒരു യാഗം നടത്തിയതായി ദൈവത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. ആ ഭാഗം നമുക്കറിയാം, അല്ലേ? ജനസിസ് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ് ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിലെ ഒന്നിൽ അവയുടെ മേധസ്സിൽ തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. അപ്പം യാഗം കഴിക്കണമെങ്കിൽ ജീവനുള്ള ഒരു കുഞ്ഞാട് വേണമെന്ന് ആര് മനസ്സിലാക്കിയിരുന്നു? ഹാബേൽ മനസ്സിലാക്കിയിരുന്നു. കയ്യിൽ ഒരു കൃഷിക്കാരനായിരുന്നു. തന്റെ നല്ല ഫലത്തിൽ നിന്ന് അവൻ യാഗം കഴിച്ചു എന്നൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ യാഗത്തിനുള്ള വ്യവസ്ഥയോ നിശ്ചയമായും ആദമും ഹവ്വയും ഒക്കെ തന്റെ തലമുറകൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് കൊണ്ട് ഉറപ്പായിട്ടും ഒരു കുഞ്ഞാടിനെ
ആ യാഗം കഴിക്കുക എന്നുള്ളത് ഒരു വ്യവസ്ഥയായിരിക്കാം, അത് അവർ കൈമാറിയിരിക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹാബേൽ എന്ത് ചെയ്തു? നാട്ടിൻകൂട്ടത്തിൽ കടിഞ്ഞൂലുകളിൽ ഒന്ന് മേധസ്സിന് ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. ആദ്യം വ്യക്തിയിൽ പ്രസാദിച്ച ദൈവം ഹല്ലേലൂയ, പിന്നീട് അവന്റെ വഴിപാടിൽ പ്രസാദിച്ചു. ആദ്യം നമ്മിൽ പ്രസാദിച്ചതിന് ശേഷമേ ഹല്ലേലൂയ നമ്മുടെ വഴിപാടിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ, നമ്മുടെ ആരാധനയിൽ ദൈവം പ്രസാദിക്കത്തുള്ളൂ. ഹാബേൽ ഒരു യാഗം കഴിച്ചു, കടിഞ്ഞൂലുകൾ ഒന്നിനെ അവൻ കൊണ്ടുവന്നു. യാഗം വീണ്ടും തുടരുകയാണ് അല്ലേ? അതുകൊണ്ടാണ് ഹാബേലിനെ കുറിച്ച് പദം എഴുതിയിരിക്കുന്നത്. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കൈയിട്ടതിലും ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാനെന്ന സാക്ഷ്യം ലഭിച്ചു. ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. എന്താ ഗുണമെന്ന് എഴുതിയിരിക്കുന്ന? മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഹാബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ രക്തം. രക്തം സംസാരിക്കുമോ? രക്തത്തിൽ ജീവനുണ്ട്. ഹല്ലേലൂയ. മരണാവസ്ഥയിൽ കൂടെ വയലിൽ കടന്നുപോയ ഹാബേൽ, എന്നാൽ ഹല്ലേലൂയ അവൻ ഒരു നല്ല യാഗം കഴിച്ചതുകൊണ്ട്, ഒരു വഴിപാട് അർപ്പിച്ചതുകൊണ്ട് മരിച്ച ശേഷവും വിശ്വാസത്തിൽ അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. അഭിഷക്തരെ, അഭിഷക്തരെ, മരണം കൊണ്ട് നിന്നെ തീർക്കുവാൻ പിശാചിന് കഴിയത്തില്ല. മരിച്ചു കഴിഞ്ഞിട്ടും നീ വിശ്വസ്തനാണെങ്കിൽ, അഭിഷക്തനാണെങ്കിൽ നീ സംസാരിച്ചു കൊണ്ടിരിക്കും. അവന്റെ രക്തം സംസാരിച്ചു കൊണ്ടിരുന്നു. അവനൊരു വഴിപാട് ദൈവത്തിന് കൊടുത്തതിനാണ് കഴിയും. വീണ്ടും നോക്കാം 22-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം. പരിചിതമായ മറ്റൊരു യാഗം ദൈവത്തിൽ നിന്ന് പറഞ്ഞു പോവുകയാണ്. പരിചിതമായ മറ്റൊരു യാഗം. ആരാണ് യാഗം കഴിക്കാൻ പോകുന്നത്? അബ്രഹാമും ഇസ്ഹാക്കും യാഗം കഴിക്കാൻ പോകുന്നു. 22-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. അപ്പോൾ ഇസ്ഹാക്ക് തന്റെ അപ്പനായ അബ്രഹാമിനോട് അപ്പാ എന്ന് പറഞ്ഞതിന് തീയും വിറകുമുണ്ട്. എപ്പോഴും ഒരു ആട്ടിൻകുട്ടി യാഗത്തിന് വേണമെന്നുള്ളത് ആര് മനസ്സിലാക്കിയിരുന്നു? ഇസ്ഹാക്ക് മനസ്സിലാക്കിയിരുന്നു അല്ലേ? തീ മാത്രമല്ല, വിറക് മാത്രമല്ല, യാഗത്തിൽ ഒരു ആട്ടിൻകുട്ടി വേണമെന്ന് അവന്റെ ചെറുപ്രായത്തിൽ അവർ മനസ്സിലാക്കിയിരുന്നു. ഹല്ലേലൂയ. ഒരു യാഗം കഴിക്കാൻ ഒരു ആട്ടിൻകുട്ടി വേണം, ഒരു കുഞ്ഞാട് വേണം. അതുകൊണ്ട് അവൻ അപ്പനോട് ചോദിക്കുക, തീയുണ്ട്, വിറകുണ്ട്, യാഗപീഠത്തിലുള്ള ആട്ടിൻകുട്ടി എവിടായി? അപ്പോൾ അബ്രഹാം പറയുന്ന മറുപടി എന്താ? ആട്ടിൻകുട്ടിയെ. ഇത് സമാധാനിപ്പിക്കുന്ന ഒരു വാക്കല്ല അബ്രഹാമിന്റെ. നമുക്കങ്ങനെ തോന്നും. ഇത് ഇസ്ഹാക്കിനെ ഒന്ന് ഭയപ്പെടുത്താതിരിക്കാൻ സമാധാനിപ്പിക്കുന്ന ഒരു വാക്കല്ല. ഇത് അബ്രഹാം വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പറയുന്നൊരു വാക്കാണ്. എന്റെ കുഞ്ഞിനെ മോറിയ മലയുടെ മുകളിൽ യാഗം കഴിപ്പാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവം ഒരു യാഗവസ്തുവിനെ കരുതും. ഹല്ലേലൂയ. കരുതുന്ന ഒരു ദൈവമുണ്ടെന്ന് എത്ര പേർ രാത്രി വിശ്വസിക്കുന്നുണ്ട്? നീ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കത്തില്ല. നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. യഹോവ ഇരേ.
ഹാലലൂയ, പേടിക്കരുത്, നീ തന്നെയാണ് യാഗവസ്തു, അതെനിക്കറിയാം. പക്ഷെ എന്നാലും ഇപ്പൊ നിന്നെ ഒന്ന് സമാധാനപ്പെടുന്നത് നോ നോ. അബ്രഹാം വിശ്വസിച്ചു, മലയുടെ മുകളിൽ ദൈവം എനിക്ക് വേണ്ടി കരുതും. ഞാൻ അവിടെ ചെല്ലുന്നു, ഒരു ശബ്ദം വിളിക്കുന്നു, കത്തിയുടെ ഇടയിലും യസ്രാക്കിന്റെ ഇടയിലും ചീനിയുടെ ഇടയിൽ പരിശുദ്ധാത്മാവിന്റെ ദൂതൻ പറയുന്നു, ചിരി എന്ന വാഗ്ദത്തത്തിന്റെ ഇടയിലേക്ക് കത്തി വീഴുമ്പോൾ അതിന്റെ ഇടയിലേക്ക് ഒരു ദൈവ ശബ്ദം ഇറങ്ങി വരും. Praise the Lord, praise the Lord, praise the Lord. Hallelujah. ജനങ്ങളോട് സംസാരിച്ചല്ലോ, ഞാൻ ആ ദൂതനെ കടത്തിയെന്ന് പറയട്ടെ. Hallelujah. ചിലതിനെ ദൈവം തുടരണമെന്ന് കൽപ്പിച്ചതുകൊണ്ട്, ചില കത്തിയെ മാറ്റിയതുകൊണ്ട് പാവങ്ങൾ കൈവയ്ക്കരുത്. ഇവരുടെ ശൈലം ഇത് വഴി വെച്ച് എനിക്കറിയത്തില്ല ഇതൊക്കെ എന്താ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിച്ചില്ല. ഇത് വഴി വെച്ച് പട്ടു പോകത്തില്ല, ഇടയ്ക്ക് വെച്ച് തീർന്നു പോകത്തില്ല. ഇത് ദൈവത്താൽ സ്ഥാപിതമായതാണെങ്കിൽ ദൈവം അതിന്റെ പദ്ധതി നിവർത്തീകരിക്കുക തന്നെ ചെയ്യും. യാഗത്തെ കുറിച്ച് സംസാരിച്ചു പോകുന്നത് കുഞ്ഞാട് എന്തുകൊണ്ടാണ് കർത്താവിന്റെ കുഞ്ഞാടെന്ന് പറയുന്നു എന്നുള്ളതാണ് നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ യാഗം ആരംഭിച്ചോ അവിടെയൊക്കെ ഒരു കുഞ്ഞാട് വേണം. കയ്യിന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല. ചിലർ പറയുന്നുണ്ട് അവൻ കൃഷിക്കാരനായതുകൊണ്ടല്ലേ, അതുകൊണ്ട് ഞാനൊക്കെ സമ്മതിക്കാം. പക്ഷെ എന്നാലും ദൈവത്തിന്റെ യാഗം
കൊമ്പ് കാറ്റിൽ പട്ട് ഒരു കുഞ്ഞാടിനെ ദൈവം ഒരുക്കി വെച്ചിരുന്നു. ആ യാഗവും നടക്കാൻ ഒരു കുഞ്ഞാട് ആവശ്യമായിരുന്നു. Praise the Lord. ഇനി പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലേക്ക് വരട്ടെ. വേഗത്തിൽ ഓടിപ്പോകുക. പുറപ്പാട് 12 വീണ്ടും നമുക്ക് ആട്ടിൻകുട്ടിയെ കാണാൻ കഴിയുന്നുണ്ട്. 12-ന്റെ 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ളതുമായിരിക്കണം. ചെമ്മരിയാടോ കോലാടമാകാം. ഈ മാസം 14-ാം തീയതി വരെ ഇതിനെ സൂക്ഷിക്കണം. ഇസ്രായേൽ സഭയുടെ കൂട്ടമെല്ലാം സന്ധ്യാസമയത്ത് അതിനെ അറക്കണം. അതിന്റെ രക്തമെടുത്ത് വാതിലിന്റെ കട്ടിളക്കാലിന്മേൽ രണ്ടിന്മേൽ കുറുമ്പടിമേൽ പുരട്ടണം. ആട്ടിൻകുട്ടി എടുക്കണം, ചെയ്യണം, അതിനെ അറുക്കണം. Praise the Lord. അതിന്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടണം. ഹല്ലേലൂയ. വചനം പറയുന്നു നമ്മുടെ പെസഹ കുഞ്ഞാട് അറക്കപ്പെട്ടിരിക്കുന്നു. അത് ക്രിസ്തു തന്നെ. യേശു കർത്താവിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് ശരീരയാഗത്തിന് ഹല്ലേലൂയ നിഴലായി ഹല്ലേലൂയ നിൽക്കുന്ന ആട്ടിൻകുട്ടിയെ ഇസ്രായേൽ ജനം മിസ്രയീമിൽ പുറപ്പെട്ടപ്പോൾ അറുത്തു. അതിന്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടി. രക്തം കണ്ടപ്പോൾ സംഹാരദൂതൻ ഒഴിഞ്ഞു മാറി. Praise the Lord. പിശാചിനെ അടുക്കാൻ കഴിയാത്തത് എന്താണ്? പിശാചിന് രക്തത്തെ ഭയമാണ്. പിശാചിന് ഏത് രക്തത്തെയാണ് ഭയം? പിശാചിന് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുക്കിയ കുഞ്ഞാടിന്റെ രക്തത്തെ ഭയമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമസഭയിൽ ഏത് കുഞ്ഞാടാണ് അറക്കപ്പെട്ടത്? യേശു കർത്താവ് എന്ന കുഞ്ഞാട് അറക്കപ്പെട്ടു. കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയപ്പോൾ സംഹാരദൂതൻ അവിടെ പ്രവേശിച്ചില്ല എങ്കിൽ പുതിയ നിയമസഭയിൽ യേശു കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭവനത്തിനകത്തേക്കും ആ ഒരു ശക്തിയും പ്രവേശിപ്പാൻ ദൈവം അനുവദിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ. Praise the Lord. Praise the Lord. ഇനി ലേവ്യ പുസ്തകത്തിലേക്ക് ഒന്ന് വരാം. അതോടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാൻ പോവുക. ലേവ്യ പുസ്തകം എങ്ങനെയാണ് ഇവർ യാഗം നടത്തിയിരുന്നത്? ഇസ്രായേൽ സഭ ഇസ്രായേൽ ജനമായി രൂപീകരിക്കപ്പെട്ടു. ദേവാലയ നിയമം അവർക്ക് കൊടുത്തു. മോശയ്ക്ക് കൂടെ ന്യായപ്രമാണ നിയമം അവർക്ക് കൊടുത്തു. യാഗങ്ങൾ അവർക്ക് കൊടുത്തു. എന്നാൽ ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് യാഗം നടത്തുന്നതെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമുക്ക് സമയമുള്ളൂ. കർത്താവിനെ കുറിച്ചൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. അത് ദൈവം അടുത്ത ആഴ്ച ഞാൻ സംസാരിക്കാം. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിൽ ഈ യാഗം എങ്ങനെയാണ് അവർ നടത്തിയിരുന്നത്? കുഞ്ഞാട് ഒരു യാഗത്തിന് ആവശ്യമാണെന്ന് നാം കേട്ടല്ലോ. കുഞ്ഞാടില്ലാത്തൊരു യാഗമില്ല എന്ന് കേട്ടല്ലോ. അത് ഉൽപ്പത്തി പുസ്തകം മുതൽ തുടങ്ങുന്നതാണെന്ന് നാം കേട്ടല്ലോ. എന്നാൽ ഇസ്രായേൽ യാഗം കഴിച്ചപ്പോൾ അവരെങ്ങനായിരുന്നു യാഗം കഴിച്ചിരുന്നത്? ലേവ്യ പുസ്തകം 16-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. അവർ 2 ആട്ടിൻകൊറ്റന്മാരെ കൊണ്ടുവന്നിരുന്നത്. 2, ഒന്നല്ല, 2 ആട്ടിൻകൊറ്റന്മാരെ. ലേവ്യ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 7 മുതൽ 10 വരെ പഠിക്കുമ്പോൾ അവർ 2 കോലാട്ടുകൊറ്റനെ കൊണ്ടുവന്ന് സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ നിർത്തണം. 2 ആട്ടിൻകുട്ടിയെ കൊണ്ടുവന്നു. 2 കോലാട്ടിൻകുട്ടിയെ. ഒന്നിനെ എന്ത് ചെയ്യും? പിന്നെ അഹരോൻ ഒന്നിനെ യഹോവയ്ക്ക് എന്ന് പറഞ്ഞ് ചീട്ടിടും. അസസ്സേലിന് എന്ന് മറ്റൊരു എന്താ ഈ അസസ്സേൽ? അസസ്സേൽ എന്ന പദത്തിന്റെ അർത്ഥം തെറ്റി ഒഴിയുക. തെറ്റി ഒഴിയുക. ഹല്ലേലൂയ. തെറ്റി ഒഴിയുക എന്ന പദത്തിലുള്ള അസസ്സേൽ എന്ന പേരുള്ള ഒരു ചീട്ട് ഒരാട്ടിൻകുട്ടിയിടുന്നു. യഹോവയ്ക്ക് എന്ന് പറഞ്ഞ് ഒരു ചീട്ടിടുന്നു. പിന്നെ യഹോവയുടെ പേര് വീണ കോലാട്ടുകൊറ്റിനെ അഹരോൻ കൊണ്ടുവന്ന് ചെയ്യണം, പാപയാഗമായി അർപ്പിക്കണം. സമാഗമന കൂടാരത്തിൽ നാം പഠിച്ചിട്ടുള്ളതാണ്. സമാഗമന കൂടാരത്തിൽ കൃപാസനത്തിന്റെ മേൽ ഈ ആട്ടുകൊറ്റന്റെ രക്തം തളിക്കണം. ഏത് ആട്ടുകൊറ്റന്റെ? ശ്രദ്ധിക്കണം, നമ്മൾ നോക്കട്ടെ. ഏത് ആട്ടുകൊറ്റന്റെ? 2 ആട്ടുകൊറ്റന്മാരെ തെരഞ്ഞെടുക്കണം. 2 ആട്ടുകൊറ്റന്മാരിൽ ഒന്നിന് എന്ത് പേരിടണം? ഒന്ന് എന്ത് ചീട്ടിടും? യഹോവയ്ക്കുള്ളത് ചീട്ടിടും. 2 അസസ്സേൽ. അസസ്സേൽ എന്ന് പറഞ്ഞാൽ തെറ്റി ഒഴിയുക. അതിലേക്ക് ഞാൻ വരാം. ഹല്ലേലൂയ. ഈ 2 ചീട്ടിട്ട് 1-ാമത്തെ ആടിനെ പാപയാഗമായി അർപ്പിച്ച് ഹല്ലേലൂയ അതിനെ രക്തം കൃപാസനത്തിൽ തളിക്കണം. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു അസസ്സേലിന് ചീട്ട് വീണ കോലാട്ടുകൊറ്റനെയോ രണ്ടാമത്തെ അസസ്സേൽ എന്ന് പേരിട്ടതിനെ തെറ്റി ഒഴിയുക എന്ന് പേരിട്ടതിനെ മരുഭൂമി
മരുഭൂമിയിലേക്ക് അയക്കണം. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ രണ്ട് ആട് ഏതെങ്കിലും ഒരു നല്ല ഗുണമില്ലാത്ത ആടിനെയാണ് എടുക്കേണ്ടത്. ഇപ്പൊ ഈ രണ്ട് ആട് ഏതെങ്കിലും ഫാം ഹൗസിൽ നല്ലതായിട്ട് വളർത്തി രാവിലെയും വൈകിട്ടും നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് വെള്ളമൊക്കെ കൊടുത്ത് വളർത്തുന്ന ഈ ആടിനെ, ഗുണമില്ലാത്ത നല്ല ആടിനെയാണ് കൊണ്ടുവരുന്നത് യാഗത്തിനായിട്ട്. നോക്കുക, ഈ ഒരാടിനെ അന്നേരം തന്നെ യഹോവയ്ക്ക് പേര് വീണ ആടിനെ യാഗം കഴിച്ചതിന്റെ രക്തം ആ കൃപാസനത്തിന് മേൽ ഒഴിക്കും. രണ്ടാമത്തെ ആടിനോട് ചെയ്യുന്ന കാര്യങ്ങളെ അത് അസസ്സേരെന്ന് പേരിട്ടത്, തെറ്റി ഒഴിയുക. ആ പേരുള്ള ആടിനെ അവർ മരുഭൂമിയിലേക്ക് അയക്കും. മരുഭൂമിയിൽ ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് എൻജോയ് ചെയ്ത് ജീവിതം ആസ്വദിച്ചുകൊണ്ടിരുന്ന ഈ ആട്ടിൻകൊറ്റൻ എന്ത് ചെയ്യുന്നറിയോ? മരുഭൂമിയിലേക്ക്, വെള്ളമില്ലാത്ത മരുഭൂമിയിലേക്ക് അയക്കപ്പെടും. അവിടെ അതിന് വെള്ളം കിട്ടത്തില്ല, അതിന് ഭക്ഷണം കിട്ടത്തില്ല. മരുഭൂമിയുടെ ചൂടിൽ നാളുകൾ കഴിഞ്ഞു പോകുമ്പോൾ അത് വറ്റി വരണ്ട അനുഭവത്തിലേക്ക് തീർന്ന് അത് മരുഭൂമിയിൽ കിടന്ന് മരിക്കുവാനിടയായിത്തീരും. എന്തിനായാലും ചെയ്യുന്നറിയാമോ? ഒന്നിനെ ദൈവത്തിന് യാഗം കൊടുത്തതിന് ശേഷം അതിന്റെ രക്തം കൃപാസനത്തിൽ തളിച്ചിട്ട് മറ്റൊരു അസസ്സേനെ തെരഞ്ഞെടുത്ത് അവർ പറയുന്നതാണ്, ഈ യാഗമൃഗത്തെ കൊണ്ടുവന്ന മനുഷ്യന്റെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ സകല പാപങ്ങളും ഈ അസസ്സേൽ എന്ന ആടിന്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക് അയക്കുകയാണ്. ഇവൻ ചെയ്ത സകല തെറ്റുകൾക്കും ശിക്ഷ അനുഭവിക്കേണ്ടത് മരുഭൂമിയിലേക്ക് പോകുന്ന ഈ ആടാണ്. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ ഭക്ഷണം കിട്ടാതെ പെടഞ്ഞു മരിക്കും. ദൈവത്തിന്റെ കുഞ്ഞാടിനെ കുറിച്ച് യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന പദമാണ്, അവൻ പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് വരാം. ഏകദേശം 9 മണി നേരത്ത് യേശു എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്കെ വിളിച്ചു, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ന്. ഭക്ഷണം വെള്ളവും ലഭിച്ച ആട്ടിൻകൊറ്റൻ, ഒരു പ്രയാസവുമില്ല, വളർന്നുകൊണ്ടിരുന്ന ആട്ടിൻകൊറ്റൻ അസസ്സേൽ എന്ന പദം ചുമത്തപ്പെട്ടപ്പോൾ തെറ്റി ഒഴിയേണ്ടതിനായി, പാപം തെറ്റി ഒഴിയേണ്ടതിനായി ആട്ടിൻകൊറ്റന്റെ മേൽ ചുമത്തി അതിനെ മരുഭൂമിയിലേക്ക്, വെള്ളമില്ലാത്ത മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചതുപോലെ പിതാവിനോടുള്ള സമത്വത്തിൽ ജീവിച്ചവൻ, തൃത്വത്തിൽ ഒരുവനായവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മാനവജാതിയുടെ മുഴുവൻ പാപപരിഹാരത്തിനായി തന്റെ ശരീരത്തെ കീറിമുറിച്ച്, ദേഹമെന്ന തിരശ്ശീലയെ കീറിമുറിച്ച് തന്റെ രക്തത്തെ ഒഴുക്കി, അവസാനമുള്ള രക്തം ഒഴിച്ച് പാളയത്തിന് പുറത്ത് പഴയ നിയമത്തിലെ അസസ്സേൽ എന്ന ആട്ടിൻകൊറ്റനെ പോലെ പാളയത്തിന് പുറത്ത് അവൻ അപമാനിതനായി, അവൻ വിശന്നു, അവൻ ദാഹിച്ചു. അല്ലെ, യോഹന്നാൻ സുവിശേഷം 19:28 പറഞ്ഞതിന് ശേഷവും സകലവും തികഞ്ഞിരിക്കുന്നത് യേശു അറിഞ്ഞിട്ട് തിരുവചനത്തിൽ നിവർത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആട്ടുകൊറ്റൻ ദാഹിച്ച് വലഞ്ഞ് മരിച്ചതുപോലെ പാളയത്തിന് പുറത്ത് പാപപരിഹാരത്തിനായി, മാനവരാളിയുടെ പാപപരിഹാരത്തിനായി ഒരു കുഞ്ഞാട് അറക്കപ്പെട്ടു. ആ കുഞ്ഞാട് പറഞ്ഞു, എനിക്ക് ദാഹിക്കുന്നു. ദൈവത്തിന്റെ ബാക്കി ഭാഗങ്ങൾ യേശു കർത്താവിന്റെ രക്തത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് അടുത്ത ആഴ്ച നാം ചിന്തിക്കും. കേട്ട വചനത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചാട്ടെ. പഴയ നിയമത്തിൽ ഒരാട്ടുകൊറ്റനെ സംരക്ഷണയിലായിരുന്ന ഒരു ആട്ടുകൊറ്റനെ മരുഭൂമിയിലേക്ക് അയച്ച് മുഴുവൻ പാപം അതിന്റെ മേൽ ചുമത്തി, ഒരു കുറ്റവും ചെയ്യാത്ത ആട്ടുകൊറ്റന്റെ മേൽ യാഗത്തിനായി കൊണ്ടുവരുന്നവന്റെ സകല പാപവും അതിന്റെ മേൽ ചുമത്തി വെള്ളമില്ലാത്ത മരുഭൂമിയിലേക്ക് പറഞ്ഞയച്ചതുപോലെ പഴയ നിയമത്തിൽ അത് നിഴലാണെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പാളയത്തിന് പുറത്ത് കഷ്ടം അനുഭവിച്ചു. അവനെ ദാഹിച്ചു, അവന് വിശന്നു. അവന്റെ വിലാപ്പുറം കുത്തി തുളയ്ക്കപ്പെട്ടു. അവന്റെ രക്തത്താൽ നമുക്ക് വിമോചനമുണ്ടായി. യേശു കർത്താവ് രക്തം ഒഴുക്കിയത് കൊണ്ടാണ് യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറിയത് കൊണ്ടാണ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ നമുക്ക് ആരാധിക്കുവാൻ കഴിയുന്നത്. ഒരു കുഞ്ഞാട് യാഗമായി തീർന്നതുകൊണ്ട് ലോകസ്ഥാപനത്തിന് മുമ്പേ ഉള്ള അറക്കപ്പെട്ട കുഞ്ഞാടായി ഒരുവൻ തന്നെ കൊടുത്തത് കൊണ്ടാണ്
ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു. ആ പാട്ടുകാരൻ പാടുന്നത് കുഞ്ഞാട്